വെല്ലൂർ മഗ്ന വീണ്ടും ജനവാസ മേഖലയിൽ മുള്ളൻകൊല്ലി പെരിക്കല്ലൂർ മരക്കടവ് പ്രദേശത്താണ് പുലർച്ചെയോടെ കാട്ടാനയുടെ സിഗ്നൽ ലഭിച്ചത്. തുടർന്ന് വനപാലക സ്ഥലത്തെത്തി ആനയെ കാട്ടിലേക്ക് തുരത്തുകയായിരുന്നു. അതേസമയം കേരള കർണാടക അതിർത്തിയായ മച്ചൂരിലാണ് വെല്ലൂർ മഗ്നയുടെ അവസാന സിഗ്നൽ ലഭിച്ചത്. ഇന്നലെ പൂർണ്ണമായും കർണാടകയിലെ ഉൾവനത്തിൽ നിലയുറപ്പിച്ച കാട്ടാന അപ്രതീക്ഷിതമായാണ് ഇന്ന് പുലർച്ചെയോടെ കേരളത്തിലേക്ക് പ്രവേശിച്ചത്. കർണാടകയിലെ ബെരക്കുപ്പയിൽ നിന്നും കബനിപ്പുഴ നീന്തി കടന്നാണ് കാട്ടാന കേരള കർണാടക അതിർത്തിയായ മുള്ളൻകൊല്ലിയിലെ മരക്കടവിലെത്തിയത്. 3 ദിവസമായിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഉറക്കം ഉളച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ഈ കൊലയാളി ആന ഞങ്ങളെ സമീപിച്ചെത്തുക എന്നുള്ള ഒരു ഭീതിജനകമായ അവസ്ഥയായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ ഇവിടെ എത്തിച്ചേർന്നു. പക്ഷേ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് ഈ വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഞങ്ങളുടെ നാട് രക്ഷപ്പെട്ടത്. അതേസമയം വയനാട് MP രാഹുൽ ഉറപ്പു നൽകിയിട്ടും കർണാടക വനം വകുപ്പ് കേരളത്തോട് സഹകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വയനാട് സന്ദർശിച്ചപ്പോൾ ഈ ഒരു വാക്ക് പറഞ്ഞിരുന്നു. കർണാടകയെ ബന്ധപ്പെട്ട് അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും കേരളത്തിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ആനയെ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊരു പ്രസ്താവനയായി മാറുകയല്ലാതെ അതിന്റെ നിയമ നടപടിയിലേക്ക് കർണാടക അതിന്റെ നിയമ നടപടിയിലേക്ക് കടക്കാത്തതിൽ ഞങ്ങളുടെ കേരളക്കാർക്ക് നമ്മുടെ പ്രത്യേകിച്ച് ഈ ജനവാസയിൽ കഴിയുന്നവർക്കൊക്കെ വളരെയേറെ ഖേദം പ്രകടിപ്പിക്കുകയാണ്. അതിലവർ നിയമ നടപടികളിലേക്ക് പോയിട്ടില്ല. കർണാടക ഫോറസ്റ്റ് നമ്മളുമായിട്ട് സഹകരിക്കുന്നില്ല. MP അടക്കമുള്ളവർ ഇതിൽ ഇടപെട്ടെങ്കിൽ പോലും ഇതിനകത്തേക്ക് നമുക്ക് വേണ്ട വിധത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മുള്ളൻകൊല്ലിയിലെ മരക്കടവിൽ സിഗ്നൽ ലഭിച്ചതിന് പിന്നാലെ വനപാലകരെത്തി മഗ്നയെ കാട്ടിലേക്ക് തുരത്തി. ദൗത്യസംഘത്തിന് അവസാനം ലഭിച്ച സിഗ്നൽ പ്രകാരം കാട്ടാന നിലവിൽ കർണാടകയിലെ മച്ചൂരിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അതേസമയം കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം 10ാം ദിവസവും തുടരുന്നു. ജനം, വയനാട്.